നമസ്കാരം കൂട്ടുകാരെ, ഞാൻ അജിത്ത് അശോകൻ. അതെ, ഞാനിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലതരം സൗഹൃദങ്ങൾ കണ്ടിട്ടുണ്ട്. മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹൃദം, മൃഗങ്ങളും പക്ഷികളും ഇവരൊക്കെ കൂടിയിട്ടുള്ള സൗഹൃദം. ഇതൊന്നും കൂടാണ്ട് മനുഷ്യന്മാർ തന്നെ പല ജീവികളായിട്ടുള്ള സൗഹൃദങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഉദാഹരണത്തിന് ആനയായിട്ടുള്ള സൗഹൃദം, ഇതുപോലെ പൂച്ചയായിട്ടുള്ളത്, നായായിട്ടുള്ളത്, അങ്ങനെ പലതും. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സൗഹൃദത്തിൻ്റെ കഥയാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇളവള്ളിയിൽ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. നമ്മുടെ ഞാനിപ്പോൾ പറയണില്ല, അത് നിങ്ങൾ കണ്ടു നോക്ക്. ഈ ചക്കിപ്പരുന്തില്ലേ, ചക്കിപ്പരുന്ത്, അത് ആയിട്ടുള്ള നമ്മളെ സുബ്രേട്ടൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. വാ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെ സുബ്രേട്ടനായിട്ട് വളരെ കാലത്തെ ബന്ധമുണ്ട് കേട്ടാ ഈ പരുന്തിന്. ഈ സുബ്രേട്ടൻ മീനൊക്കെ വീശിപ്പിടിക്കും. അപ്പോൾ ഈ പരുന്ത് ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാറുണ്ട്. 2-3 പരുന്തുകളുണ്ട് അവിടെ. പക്ഷേ ഈ പരുന്തായിട്ട് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ആത്മബന്ധമുള്ള പോലെയാണ്. സുബ്രേട്ടൻ അതിനെ വിളിക്കും, ഒരു ഇത്തരം ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിക്കും. അപ്പോൾ ഇവൻ തെങ്ങിൻ്റെ ഇത് മരിക്കുന്നുണ്ടാവും. അവിടെ നിന്ന് മൂപ്പര് നോക്കി മെല്ലനെ വന്ന് ഈ മീൻ പുറത്തുനിന്നൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് പെട്ട് കൊടുക്കുമ്പോഴേ. അതുപോലെ തന്നെ അത് കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. നമ്മൾ വല്ലവർക്ക് അവിടെ ഉണ്ടെങ്കിൽ, ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ഈ സാധനം ആ വശത്തേക്ക് വരില്ല. അപ്പോൾ ഇത് തൊട്ടടുത്ത് വരെ വന്നിരുന്നിട്ട് സുബ്രേട്ടൻ്റെ അടുത്ത് വന്നിരിക്കും. മീൻ അവിടെ നിന്ന് എടുത്ത് കഴിക്കും, കയ്യിൽ നിന്ന് എടുക്കും. അതാണൊരു അത്ഭുതം. അപ്പോൾ ഇതൊരു എന്താ പറയുക, വളരെ അടിപൊളിയായിട്ടുള്ളൊരു സൗഹൃദത്തിൻ്റെ കഥയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്ക് കേട്ടോ. ഓക്കെ, സുബ്രേട്ടനും ചക്കിപ്പരുത്തും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇതൊക്കെയാണ് മക്കളെ ബന്ധം, ആത്മബന്ധം. കയ്യിൽ കാണിച്ചാൽ നോട്ടെ. ആ, കയ്യിൽ മീനില്ലേ? ആ, കിട്ടി കിട്ടി കിട്ടി.